ഹായ്, നമുക്കിന്ന് വളരെ ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അതായത് ആർട്ടിക്കിൾസും പാർട്സും ഷെഡ്യൂൾസും തമ്മിലെ ഡിഫറൻസസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഓരോ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്. ഓരോ നിയമത്തിന്റെയും ഫ്രെയിം വർക്കാണ്. ഇന്ന നിയമം ഇന്നാന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾസ്. അപ്പൊ ഈ ഓരോ ആർട്ടിക്കിൾസും ഏതിന്റെ ഉള്ളിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓരോ കാറ്റഗറി, അതിനാണ് പാർട്സ് എന്ന് വിളിക്കുന്നത്. അതായത് പാർട്ട് 1 ടു പാർട്ട് 25. അങ്ങനെ 25 പാർട്സിലാണ് ഓരോ നിയമങ്ങളും കറക്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിൽ പാർട്ട് 3, പാർട്ട് 4 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അങ്ങനെ. അപ്പോഴേ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ലെങ്തിയസ്റ്റ് ഡോക്യുമെന്റ് എന്നാ പറയുന്നത്. ലോകത്ത് നിന്ന് ഏറ്റവും വലിയ ലെങ്തിയസ്റ്റ് ഡോക്യുമെന്റ് ആണെന്നല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലസ്റ്റേർഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഒരു സബ് പാർട്ടിലാണ് എഴുതുന്നത്. അതിനെയാണ് ഷെഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ മൊത്തം 12 ഷെഡ്യൂൾസ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. 25 പാർട്സും 12 ഷെഡ്യൂൾസും ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ മനസ്സിലാക്കി, പാർട്സിന്റെ ഉള്ളിലാണ് ആർട്ടിക്കിൾസ് ഉള്ളത്. എന്നാൽ ഈ ആർട്ടിക്കിൾസിന്റെ